ഈ ചിലരൊക്കെ മുമ്പ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുലരും മുമ്പ് എഴുന്നേൽക്കണം, ദേശാഭിമാനി പത്രം വായിക്കണം എന്ന്. കാരണം സത്യമൊക്കെ സത്യമായിട്ട് അറിയണമെങ്കിൽ ദേശാഭിമാനി പത്രം വേണം. ഇവിടെ കേരളത്തിലെ സഖാക്കന്മാരുടെയൊക്കെ വീടുകളിൽ ദേശാഭിമാനി പത്രമുണ്ട്. സഖാക്കന്മാരുടെ അല്ല, NGOസിന്റെ മുഴുവൻ വീടുകളിലും ഉണ്ട്. പിന്നെ കച്ചവട സ്ഥാപനങ്ങളിലും ഉണ്ട് ദേശാഭിമാനി പത്രം. കാരണം അത് നിർബന്ധമാക്കിയിരിക്കുക. ആ ദേശാഭിമാനി പത്രം വരുത്തുന്നതിനോടൊപ്പം മറ്റൊരു പത്രം കൂടെ അവിടെ ആ വീടുകളിലായാലും സ്ഥാപനങ്ങളിലും കാണും. കാരണം കാര്യങ്ങളറിയാൻ വേറൊരെണ്ണം വേണ്ടേ. ദേശാഭിമാനി പത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി അത് ചോറ് പൊതിയാനാണോ എന്നും അറിയത്തില്ല. അതിനും ഉപയോഗിക്കില്ല, ഉപയോഗിക്കില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിത് കൃത്യമായി ഒന്ന് നോക്കാറുണ്ട്, ഇതിന്റെ തലക്കെട്ടും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ എഡിറ്റ് പേജിൽ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഒരു പക്ഷം പിടിക്കുമെങ്കിലും എന്താണ് ആ പക്ഷമെന്ന് അറിയണമല്ലോ. എന്നാലും നമ്മൾ പിന്നെ ഒന്നാമത്തെ പേജിലെ വാർത്തയുടെ തലക്കെട്ടൊക്കെ ഒന്ന് നോക്കും, ചിലപ്പം കൗതുകം ഉണർത്തും. ഇന്ന് ഇറങ്ങിയിരിക്കുന്ന ദേശാഭിമാനി പത്രത്തിലെ തലക്കെട്ട് മൊസാദ് വിറച്ചു എന്നുള്ളത്. അത് പിന്നെ ദേശാഭിമാനി പത്രം കാരണമാണോ വിറച്ചത് തോന്നുന്നു? അല്ല, മിക്കവാറും ഇസ്രായേലും മൊസാദും ഒക്കെ വിറയ്ക്കും ഇവരുടെ ഹെഡിങ് കണ്ടിട്ടാണ്, അല്ല ഇറാൻ്റെ ആക്രമണം കണ്ടിട്ടില്ല. ഇറാൻ ഈസ് ഓൺ ദ ഡിഫെൻസീവ്, വിറയ്ക്കുകയല്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇങ്ങനെ മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടക്കണ്ണം മാവേലെറിയുന്ന പോലെ, അല്ലാതെ മറ്റവരുടേതുപോലെ കൃത്യതയാർന്ന ടാർഗറ്റ് ചെയ്തുള്ള മിസൈൽ ആക്രമണമല്ല. ഇങ്ങനെ ചുമ്മാ കുറേ മൊബൈൽ 100-500 എണ്ണം വിടുന്നു, അതിൽ ഏതെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ചെന്നുകൊള്ളും. അതിലിപ്പോൾ ഒന്ന് ചെന്ന് വീണിരിക്കുന്നത് അവിടെ ഹൈഫ എന്ന് പറയുന്ന സ്ഥലത്തെ പെട്രോൾ ബങ്കിലാണ്. അത് പോർട്ടിനടുത്ത് ഹൈഫ പോർട്ടുണ്ട്. ഹൈഫ പോർട്ട് എന്ന് പറയുന്നത് അദാനി ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടാണ്. അതുകൊണ്ട് അദാനി തകർന്നതെന്നും പറഞ്ഞ് നമ്മുടെ ചില പിന്നെ ആൾക്കാർ സുഡാപ്പികളും മറ്റും സന്തോഷിച്ച് ആഘോഷിച്ച് ജിലേബി ഒക്കെ പൊട്ടിക്കുന്നുണ്ട്, ലഡുവും ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും അതിന് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ആക്രമണങ്ങളെല്ലാം ലക്ഷ്യം തെറ്റിയാണ് ചെന്നത്. ലക്ഷ്യം തെറ്റിപ്പോകും. നമ്മൾ മാവേലെറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റി ചിലപ്പോൾ പഴുത്ത മാങ്ങയിൽ ചെന്ന് കൊള്ളാം. അപ്പം അങ്ങനെ വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞ് സരസമായിട്ട് അത് അവതരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. ഞാനും ഈ ദേശാഭിമാനി ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ചിന്താവാരിക, അതുപോലെ തന്നെ അതിൻ്റെ വാരിക. അതിനകത്തൊക്കെ നല്ല നിലവാരമുള്ള ലേഖനങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ട്. EMSന്റെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ വരുന്നുണ്ട്, അത് നിലവാരം പുലർത്തുന്നുണ്ട്. ദേശാഭിമാനി പിന്നെ മാനഹാനിയാണ് ശരിക്കും. അതുകൊണ്ട് ഈ വാർത്തകൾ പിന്നെ വിറച്ചു എന്നുള്ള വാർത്തയുടെ കണ്ടന്റ് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ വിറപ്പിക്കാൻ തക്ക സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ വിറച്ചു എന്നുള്ള ഒരു ഹെഡ്ലൈൻ കൊണ്ട് ആളുകളെ അങ്ങ് വിറപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ധർമ്മം മാത്രമേ അത് ചെയ്ത ആൾ, അതിൻ്റെ പിന്നെ തലക്കെട്ട് കൊടുത്ത ആൾ ചെറിയിട്ടുണ്ട്. തലക്കെട്ടൊന്ന്, കണ്ടന്റ് വേറെ, അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. തല മാറിപ്പോയ ഒരു അനുഭവമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ദേശാഭിമാനി പത്രത്തിൻ്റെ ലേഔട്ടൊക്കെ നന്നായിട്ടുണ്ട്. ലേഔട്ട് വലിയ കുഴപ്പമൊന്നും പറയാനില്ല, വൃത്തിയുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് പത്രം ഒന്ന് നന്നായിട്ട് ലക്ഷണം. ഈ ദേശാഭിമാനി പത്രത്തിൻ്റെ ഇവർക്ക് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും എഡിഷൻ ഉണ്ടെന്നുള്ളതാണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് അവർ ഭരണത്തിലിരിക്കുന്ന കാലത്ത് ഇതെല്ലാം ഉണ്ടാക്കും. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. CPIയുടെ മുഖപത്രമാണ് ജനയുഗം, പിന്നെ കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് വീക്ഷണം. അവരുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. ജനയുഗത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും ഗതി. വീക്ഷണം കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും ഒരു രക്ഷയില്ല. അവരുടെ ചാനലിൻ്റെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. ജയ്ഹിന്ദ് പൂട്ടിയോ പൂട്ടാറായോ എന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. CPIയുടെ മുഖപത്രം ജനയുഗത്തിൻ്റെ പ്രതാപകാലം ഉണ്ടായിരുന്നത് ഒരുപക്ഷെ രാജേന്ദ്രൻ ഓർക്കും. കൊല്ലത്ത് നിന്നാണ് അത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ആഴ്ചപ്പതിപ്പ് ബെസ്റ്റായിരുന്നു. കുട്ടികളുടെ മാസിക ബാലയുഗം. ഞാനതൊക്കെ വായിച്ചാണ് വളർന്നിട്ടുള്ളത്. അത് ഈ കൊല്ലത്ത് ഈ കടപ്പാക്കടയിലായിരുന്നു ജനയുഗത്തിന്റെ പത്ര ഓഫീസിൽ. കാമ്പിശ്ശേരി കരുണാകരനൊക്കെ വാരികയുടെ പത്രാധിപരായിരുന്നു. അപ്പൊ അന്ന് ഈ KSRTCയിലാണ് ഈ പത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കൊല്ലത്ത് കടപ്പാക്കട ജംഗ്ഷനിലാണിത്. അവിടെ ഇങ്ങനെ KSRTC നിരന്ന് കിടക്കും. ജനയുഗം പത്രം ലോഡ് ചെയ്യുകയാണ്. ഇന്ന് ഇപ്പൊ ആരോ തമാശയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്,
അതുവഴി KSRTC എങ്ങാനും പോകുമ്പോൾ ഒരു കെട്ടെടുത്ത് എറിയും, അതിനകത്ത് വീണെങ്കിലായി ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരവസ്ഥയിലാണ് ഞാനന്ന് ആ കാലഘട്ടത്തിൽ മലയാള മനോരമയുടെ ബ്യൂറോയിലുണ്ട്. ആ ബ്യൂറോയിൽ ഇരിക്കുമ്പോഴും മലയാള മനോരമയും അങ്ങനെ തന്നെയാണ്, പത്രക്കെട്ടുകൾ ബസ്സിലാണ് കൊടുത്തയക്കുന്നത്. കോട്ടയത്തേക്കുള്ള വാർത്തകൾ തീവണ്ടിയിലാണ്. തീവണ്ടിയിൽ അത് ഓടിക്കുന്ന ലോക്കോ റണ്ണിങ് സ്റ്റാഫിൻ്റെ കയ്യിലാണ് കൊടുത്ത് കോട്ടയത്ത് ഇറക്കാൻ വേണ്ടി സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കെട്ടും കൊണ്ട് അവിടെ ഈ വാർത്തകൾ ഇങ്ങനെ കെട്ടായിട്ട് എന്ന് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞ ഒരു മറുപടി എന്താണെന്നറിയോ? ഞാനേ ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റാഫാണ്, മലയാള മനോരമയുടെ സ്റ്റാഫല്ല, വേറെ വഴിക്ക് കൊടുത്താൽ മതി. അത് സമ്പ്രദായം, അങ്ങനെ സംഘീകൃതമായ ഇത് പൈസയൊന്നും കൊടുക്കുകയല്ല, ചുമ്മാ കൊടുക്കുക. ഇപ്പം വേറെ പക്ഷേ അവരുടെ തന്നെ സ്വന്തം വണ്ടികളൊക്കെ എല്ലാവർക്കും സ്വന്തം വാഹനമൊക്കെ. ഞാൻ പറഞ്ഞത് ഈ ദേശാഭിമാനി ആ കാര്യങ്ങളിൽ സമ്മതിക്കണം. നമ്മൾ പത്രത്തിൻ്റെ തലക്കെട്ടൊക്കെ അങ്ങ് മാറ്റി വെക്കുക. അവർ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലും പത്രം ഒരു നഷ്ടമില്ലാതെ ഓടുന്നില്ലേ? ഓടുന്നെന്ന് മാത്രമല്ല, 3ാം സ്ഥാനമുണ്ട് ഇതിന്. മലയാള മനോരമ, മാതൃഭൂമി, 3ാമത് വരും ദേശാഭിമാനി. ആസ്ഥാനങ്ങളിൽ എഡിഷനാണ് അവരുടെയൊക്കെ, അതിൻ്റെയൊക്കെ ആസ്തി ആലോചിച്ച് നോക്ക്. അതെ, ദേശാഭിമാനിയുടെ ഒരു ഗുണം ഞാൻ പറയാം. നമ്മൾ മലയാള മനോരമ, മാതൃഭൂമി പത്രം മിക്ക ദിവസങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് പാലാ ബ്രില്യൻറ്റിൻ്റെ പരസ്യം അല്ലെങ്കിൽ വേറെ പരസ്യം. ദേശാഭിമാനി അതൊന്നും കാണാം, നേരെ വാർത്ത കാണാം. നമ്മളൊന്ന് വിറച്ചാലും വിറച്ചില്ലെങ്കിലും ഇതിൻ്റെ ലേഔട്ട് മനോഹരം, താങ്കൾ പറഞ്ഞ പോലെ മാസ്റ്റ് ഹെഡ് മനോഹരമാണ്. അതിന് താഴെ പ്രധാനപ്പെട്ട സൂപ്പർ ഹെഡ്ലൈൻ വന്നിരിക്കുന്നു. അവിടെ ചെറിയൊരു പരസ്യം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ. പിന്നെ പരസ്യത്തിലെ ഈ സ്വരാജിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്താണ് സംശയമുണ്ട്. അവിടെ നമ്മൾ ഇന്നലെ TV കണ്ടതിനേക്കാൾ കൂടുതൽ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ പടം, മനോഹരമായ പടമാണ്, അതിന് ചുവപ്പുമുണ്ട്. ഇവിടെ ഹെഡ്ലൈൻ ഒരൊറ്റ ഇതിൽ തന്നെ നിർത്തിയിരിക്കുന്നവർ, മനോഹരമാണ്. സെൻട്രലൊരു പടം, അതിനെ ബാലൻസ് ചെയ്താൽ ഇവിടെ വലത്തോട്ട് വന്ന പടത്തിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇടത്തോട്ടൊരു പടം, അത് മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇച്ചിരി വെയിറ്റ് തോന്നുന്നു, വലതുവശത്ത് വെയിറ്റ് തോന്നുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പത്രത്തിൻ്റെ ലേഔട്ട് നിയമം അനുസരിച്ച് വലതുവശത്ത് ഇങ്ങനെ ഒരു വെയിറ്റ് ആയിട്ടാണ് ഫോട്ടോയോട് കൂടി വരുന്ന ഒരു പരസ്യമാണിത്. ഇതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാകേണ്ടതായിരുന്നു, അവർക്കത് കിട്ടിയിട്ടില്ല. എന്തായാലും വേണ്ടില്ല, വിറച്ചു എന്നുള്ള ഹെഡ്ലൈൻ കൊള്ളാൻ കേട്ടോ പക്ഷേ ഇത് വിറയ്ക്കും. നമ്മളിത് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇസ്രായേലിലൊക്കെ ഇതിൻ്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. ബെഞ്ചമിൻ, അതെ നെതന്യാഹുവിൻ്റെ അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, നെതന്യാഹുവിൻ്റെ ഇസ്രായേലി കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇറാൻ ഇത് കണ്ടാൽ കണ്ടുകെട്ടും, കാരണം ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ചുട്ടുകരിക്കും അവർ. ഇടയ്ക്ക് MA ബേബി നെതന്യാഹുവിനെ വിരട്ടിയതാണ്. ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് മോദിയെയും വിരട്ടി, ഇവിടുന്ന് ആയുധങ്ങൾ കൊടുക്കുന്നതിൻ്റെ പേരിൽ വിമർശിച്ചു. അല്ല, എല്ലാവരും കൂടെ ഇതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നത് നിൽക്കുന്നുണ്ട്, ഇസ്രായേലിനെതിരായിട്ട് സംഘടിച്ച് നിൽക്കുന്നു. ഇത് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇസ്രായേൽ വിറച്ചു പോവുക. ഹമാസും ഒക്കെ വിറച്ചു പോകുന്നു. ഹമാസല്ല ഇതിന് ഐക്യദാർഢ്യം. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് കണ്ണിൽപ്പെടുന്നില്ല കേട്ടോ, കണ്ണിൽപ്പെടുന്നില്ല. ആശമാരുടെ പ്രശ്നമില്ല, അവിടെ ഭൂസമരം നടക്കുന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ ഇപ്പോഴും ആശാ വർക്കർമാരുണ്ട്. ഈ പെരുമഴയത്ത് അവിടെ കിടക്കുകയാണ്, പ്രകടനം നടത്തുക. ഇന്ന് പ്രകടനമാണ് തിരുവനന്തപുരത്ത്, പെരുമഴയത്ത്. ഇത് പിന്നെ ഇത് ഭരണത്തിൻ്റെ ഒരു മോശമാണ് എന്നിവരാരും ധരിക്കുന്നില്ല. അതോ മറ്റേ ആല് കളിച്ചാൽ അതും ഒരു തണലെന്നുള്ള മട്ടിൽ പോകുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. മാറിപ്പോയി. EMSൻ്റെ കാലത്ത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചിന്താവാരിയും വായിക്കാൻ കൊള്ളാവുന്ന ഒന്നായിരുന്നു. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിലവാരമുള്ളത് വരുന്നുണ്ട്. നമുക്ക് തത്വത്തെ സംശയിക്കാം. നമുക്ക് അവരുടെ, നമ്മൾ ഇറാനല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു വിരോധമുള്ള രാജ്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു EMSൻ്റെ കാലത്ത് അദ്ദേഹം പേരിനെങ്കിലും പറയും തൊഴിലാളി കർഷകാദി ബഹുജനങ്ങൾ എന്നെപ്പോഴും പറയുന്നൊരു വാക്കാണ്. ഈ ചിന്തയിൽ തന്നെ അദ്ദേഹം പലപ്പോഴും എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും. തൊഴിലാളി കർഷകാദി ബഹുജനങ്ങൾ എന്നാണ്. തൊഴിലാളി കർഷകവും ചേർന്ന് താഴെ തട്ടിലുള്ളവരായിരുന്നു അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതില്ല. പണമുള്ള വ്യവസായികളാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യവസായികൾ വരുമ്പോൾ തന്നെയല്ല, ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന P ശശിയാണ്. ഇവരുടെയൊക്കെ പരാതി കിട്ടിയ അദ്ദേഹം എടുത്ത് നേരെ ചവറ്റുകുട്ടയിലേക്ക് അങ്ങിടും. ഇത് വലിയ മലപ്പുറത്തു നിന്നൊക്കെയുള്ള വലിയ വ്യവസായികൾ, സ്വർണ്ണ വ്യാപാരികൾ, ഇങ്ങനെയൊക്കെയുള്ളവർ വന്ന് അവരുടെ കാര്യമാണ് പരിഗണിക്കുന്നത്. അപ്പം CPMൻ്റെ പരിഗണനകളിൽ മൊത്തം മാറ്റം വന്നിട്ടുണ്ട്. ശരിക്കും സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഭരണം നിർവഹിക്കുന്നത് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് P ശശി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓറിയൻറ്റേഷൻ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, പണക്കാരുടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്, പാവങ്ങളുടെ പ്രശ്നങ്ങളല്ല തീരെ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ അവർക്ക്. അതില്ലാതെ തന്നെ ആ പാർട്ടിയെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഭരണം ഇവർക്ക് ഇനി ഇല്ലെങ്കിൽ പോലും ദേശാഭിമാനി പത്രം നിൽക്കും. നിൽക്കുന്ന സംവിധാനമൊക്കെ അവർക്കുണ്ട്. പിന്നെ ഈ ദേശാഭിമാനി പത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഈ EMS ഉള്ള കാലത്താണത് അക്ഷരങ്ങളിലെ ചില ഇരട്ടിപ്പൊക്കെ അങ്ങ് ഒഴിവാക്കി. പാർട്ടി ദിനപത്രം പാർട്ടി
ശരിക്കും അപ്പം എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ പിന്നെ കുഴപ്പമുണ്ടാകും കുട്ടികൾക്ക്. അല്ല, അവർ പോയി സ്കൂളിൽ പോയി മാഷുമാരോട് ചോദിക്കും പത്രത്തിൽ ഇങ്ങനെയാണല്ലോ, പാർട്ടി എന്നാണല്ലോ. പക്ഷെ പിന്നെ വേറൊരു കാര്യം, കുട്ടികൾ ദേശാഭിമാനി പത്രം വായിക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ദേശാഭിമാനി പത്രം വായിച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോയി ചോദിക്കും, സാറേ പത്രത്തിൽ പാർട്ടി എന്നാണ്, ഇവിടെ സാർ എന്താ പഠിപ്പിക്കുമ്പോൾ പാർട്ടി ഇട്ടാ എന്ന് ചോദിച്ചോളെ. ശിവൻകുട്ടി ഉത്തരവാക്കും. ശിവൻകുട്ടിയാണ് തലപ്പത്തിരിക്കുന്നത്. പറയും ദേശാഭിമാനികളെ പോലെ പിള്ളേരെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.